എവ്രിവൺ. സോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുതിയ ഓഫീസിലേക്ക് മാറി. സോ നമ്മുടെ പുതിയൊരു ഓഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാണ് വന്നിട്ട് എൻ്റെ പുതിയ ഓഫീസ്. എൻ്റെ പുതിയ ഓഫീസ് എന്നല്ല, എൻ്റെ പുതിയ വർക്ക് പ്ലേസ് ഇവിടെയാണ്. ഞാൻ നേരെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വണ്ടി കയറി കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാട്ടോ, എറണാകുളം ആലുവയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഓഫീസിൻ്റെ ബാൽക്കണി ഏരിയ കേട്ടോ. അപ്പോൾ ബാൽക്കണി ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തൊട്ടിട്ട് എന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആലുവയിൽ നിന്ന് ഏകദേശം ഒരു 10 minutes ട്രാവൽ ഉണ്ട് ഇങ്ങോട്ടേക്ക്. KSRTC ബസ് അവൈലബിൾ ആണ്. സോ അങ്ങനെയാണ് ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിലേക്ക് എത്തിയത്. ആൻഡ് ഇന്ന് എൻ്റെ വെരി ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം വരുമ്പം തന്നെ ആ ഒരു കയറുന്ന എൻട്രൻസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് വീഡിയോ എടുക്കുന്ന നേരം ഒരു വിചാരിക്കില്ല കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മളൊന്ന് കയറി കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഓഫീസ് സ്പേസ് കേട്ടോ. അതായത് ഞങ്ങളുടെ സ്പേസ് എവിടെയാണെന്ന് വെച്ചാൽ ഇൻഡോസേർട്ടിൻ്റെ 2nd ഫ്ലോറിലാണുള്ളത്. ഇതാണ് നമ്മുടെ R&D ടീം വരുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം കേട്ടോ. അങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്തു. അതായത് അവർ നമ്മുടെ വർക്ക് പ്ലാനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ആൻഡ് അതിനുശേഷം നമുക്ക് ലഞ്ചിന് ടൈമായി. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോസേർട്ടിൻ്റെ ഏകദേശം ഒരു ബാക്ക് സൈഡായിട്ട് വരും. ഇത് നമുക്കുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ലഞ്ച് നോർമലി ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നാണ് കഴിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ലഞ്ച് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ ഫുഡ് പ്ലസ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫുഡ് കൊണ്ടുവരിക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ വന്നിട്ട് നമ്മുടെ ഈ കോൺഫറൻസ് റൂമും മീറ്റിംഗ് ഹാൾസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നേരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് ടു വർക്കാണ്. നേരെ നമ്മൾ 2nd ഫ്ലോറിലേക്ക് കയറുക. ഇതിൻ്റെ 1st ഫ്ലോർ ഏരിയ വരുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. 2nd ഫ്ലോറിലാണ് R&D ടീം വരുന്നത് കേട്ടോ. ആ അറ്റത്ത് കാണുന്ന കസാലയാണ് എൻ്റെ ടേബിളും ചെയറും ആണത്. പിന്നെ ലാപ്ടോപ്പ് ഇവിടുന്ന് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് വേറൊരു ലാപ്ടോപ്പിലേക്ക് മാറുമ്പോഴത്തായിട്ടുള്ള ആ ഒരു ഇടങ്ങേറുണ്ടാവുമല്ലോ, അതെനിക്ക് ഉണ്ടേനു കേട്ടോ. പക്ഷേ എനിക്ക് യൂസ്ഡ് ആയിക്കോളൂ എന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. വർക്കൊക്കെ ചെയ്ത് സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ഇവിടെ വന്ന് കളിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ഞാനിത് ഇത്രയും നേരമായിട്ട് ആരും ഇവിടെ വന്ന് ഇതൊന്നും കളിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇനി എന്താണ്, അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണോ അതോ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞോളാം. ഓക്കെ, അതൊക്കെ ഇനിയിപ്പോൾ വഴിയേ അറിഞ്ഞോളും. ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കുറച്ച് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം കുറച്ച് ടൈം ബാക്കിയുള്ളപ്പം നമ്മളിതാ നേരെ ഇവിടെ വന്ന് നിന്ന് കേട്ടോ. ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നോക്കിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ 2nd ഫ്ലോറിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ്. അതായത് നമ്മുടെ ഓഫീസിൻ്റെ ബാക്ക് സൈഡ് പുറത്തേക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് കണ്ട സമയത്ത് എനിക്കൊരു ഒരു സ്റ്റേക്കേഷനൊക്കെ വന്നൊരു ഫീലായിട്ടോ കിട്ടിയത്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ഓഫീസ്. അത് പണ്ടത്തെ ഓഫീസിന് ശേഷം ഇപ്പം അതിൻ്റെ പുതിയ ഓഫീസിലേക്ക് മാറിയതാണ് കേട്ടോ. ഇപ്പം എന്നല്ല, എനിക്ക് തോന്നുന്നത് കുറച്ച് ഇയേഴ്സായി. പക്ഷേ ഇവർ കംപ്ലീറ്റ് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇനി നേരെ നമുക്ക് വർക്കിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞേരെ കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്തു. എനിക്ക് ആസ് സച്ച് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വർക്കെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ കുറച്ച് നമുക്ക് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇനി വരുന്ന ദിവസങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ മെയിൻലി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഈ ഇൻഡോസേർട്ടിൻ്റെ ബുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഒരു ചെറിയൊരു ഡയറി കൈൻഡ് ഓഫ് സെറ്റപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. നമ്മൾ മെയിൻലി സീക്വൻസിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സീക്വൻസിങ്ങിൻ്റെ ഡേറ്റ അനാലിസിസ് പാർട്ടാണ് ഞാൻ ചെയ്യുക. ഡേറ്റ അനാലിസിസ് മാത്രമല്ല കുറച്ച് വെറ്റ് ലാബ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരെ എന്നെ HR ഇവിടെ 1st ഫ്ലോറിലേക്ക് വിളിച്ചു. കാരണം നമുക്ക് നമ്മുടെ ജോയിനിങ് ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ ഇവിടെ എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങുമ്പം തന്നെ ഇങ്ങനെ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണമായിരുന്നു. പിന്നെ നമ്മുടെ വർക്ക് ഹൈലി കോൺഫിഡൻഷ്യലാണ്, അത് പബ്ലിക്കായിട്ട് ലൈക്ക് ഇവരുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റെപ്പ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ സ്റ്റെപ്പിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആ സൈഡിൽ വെച്ചേക്കുന്ന ആ ഒരു ഗ്രില്ല് മരിച്ച സാധനം ഉണ്ടല്ലോ, എനിക്ക് അറിഞ്ഞോട്ട് അതിന്
ഗ്രില്ലൻ തന്നെയാണോ പറയാന്നുള്ളത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കത് കണ്ടപ്പോൾ തോന്നി എൻ്റെ വീട്ടിൽ ഇതുമാരത്തെ സെറ്റപ്പ് വെക്കണം എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ കറക്റ്റ് 5 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നേരെ ഞാൻ KSRTC ബസ് കയറും, എന്നിട്ട് നേരെ എൻ്റെ അക്കോമഡേഷനിലേക്ക് പോകും. ഹാർഡ്ലി ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. സോ ഇതാണ് എൻ്റെ പുതിയ ഓഫീസ്. നിങ്ങൾക്ക് പുതിയ ഓഫീസ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ.